ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റുള്ള ചെറിയൊരു പോയമാണ്. ഇഫ് ഐ കുഡ് ഫ്ലൈ എന്നാണ് പോയത്തിൻ്റെ പേര്. ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് ദ ഓതർ ഓഫ് ദ പോയം എന്ന് പറയുന്നത് കാരി മില്ലർ ജോൺസൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയത്തിലേക്ക് പോവാം. ടൈറ്റിൽ നോക്കാം. ഇഫ് ഐ കുഡ് ഫ്ലൈ. ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുക അല്ലേ? ഇഫ് ഐ കുഡ് ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഈ ഒരു ടൈറ്റിൽ. എന്താണെന്ന് വെച്ചാൽ ഇഫ് ഐ കുഡ് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യും എന്നുള്ളതായിരിക്കും അതിൻ്റെ ബാക്കി വരിക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സ്പീക്കർ നമ്മളോട് എന്താണ് പറയുന്നത്. പറക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. 5 സ്റ്റാൻസാസ് ഉള്ള ഒരു ചെറിയ പോയമാണ് കേട്ടോ ഇത്. നമുക്കപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ഇഫ് ഐ കുഡ് ഫ്ലൈ ഐ വുഡ് ഫ്ലൈ സോ ഹൈ. എന്താ പറയുന്നത്? ഇഫ് ഐ കുഡ് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഐ വുഡ് ഫ്ലൈ സോ ഹൈ, ഞാൻ ഒരുപാട് ഉയരത്തിൽ. സോ ഹൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉയരത്തിൽ. അപ്പോൾ ഞാൻ ഒരുപാട് ഉയരത്തിൽ ഫ്ലൈ ചെയ്തേനെ, പറന്നേനെ എന്ന് പറയാണ്. അപ്പ് ഇൻ ടു ദ ബ്രൈറ്റ് ബ്ലൂ സ്കൈ, എവിടെ വരെയാണ്? അങ്ങ് ദൂരെ നീലാകാശത്തിലേക്ക് ഞാൻ എന്താണ് പറന്നേനെ എന്ന് പറയാന്ന്. അപ്പ് ഇൻ ടു ദ ബ്രൈറ്റ് ബ്ലൂ സ്കൈ. ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തെളിഞ്ഞു നിൽക്കുന്ന അല്ലേ. ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞാൽ നീലാകാശം. അപ്പം എന്താണ്? അങ്ങ് ഉയരെയുള്ള നീലാകാശത്തിലേക്ക് ഞാൻ പറന്നുയർന്നേനെ എന്ന് പറയാണ്. I would ride on rainbows and float with the clouds and give the sun a kiss. എന്താ പറയുന്നത്? I would ride on rainbows. റെയിൻബോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാമല്ലേ, ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ ഒരുപാട് കളറിൽ മഴവില്ല അല്ലേ. അപ്പോൾ റെയിൻബോസ് എന്ന് പറഞ്ഞാൽ മഴവില്ല. റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സവാരി ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? I would ride on rainbows. ഞാൻ മഴവില്ലിൻ്റെ മുകളിൽ കയറി സവാരി ചെയ്യും. എന്താണെങ്കിൽ എനിക്ക് പറക്കാൻ കഴിയുകയാണെങ്കിൽ അല്ലേ. ആൻഡ് ഫ്ലോട്ട് വിത്ത് ദ ക്ലൗഡ്സ്. ക്ലൗഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മഴമേഘങ്ങൾ അല്ലേ, മേഘങ്ങൾ. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നതിനാണ് ഫ്ലോട്ട് എന്ന് പറയാം. അപ്പം ഞാൻ മേഘങ്ങളുടെ കൂടെ എന്ത് ചെയ്തേനെ? ഇങ്ങനെ ഒഴുകി നടന്നേനെ. ആൻഡ് ഗീവ് ദ സൺ എ കിസ്. അത് മാത്രമല്ല, ഞാൻ സണ്ണ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അല്ലേ, സൂര്യനെ ചുംബിച്ചേനെ. കിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുംബിക്കുക അല്ലേ, ഉമ്മ വയ്ക്കുക. ഞാൻ സൂര്യനെ ഉമ്മ വെച്ചേനെ എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇഫ് ഐ കുഡ് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഒരു ബ്രൈറ്റ് ബ്ലൂ സ്കൈയിലേക്ക് അങ്ങനെ പറന്ന് ഉയർന്നു പോകുമായിരുന്നു. അതേപോലെ റെയിൻബോസിൻ്റെ മുകളിൽ കയറി സവാരി ചെയ്യും. പിന്നെ എന്താ പറഞ്ഞത്? ക്ലൗഡ്സിൻ്റെ കൂടെ ഇങ്ങനെ എന്താണ്? ഫ്ലോട്ട് ചെയ്ത് ഒഴുകി ഇങ്ങനെ നടക്കും. അതേപോലെ സണ്ണിനെ കിസ് ചെയ്യും. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം കേട്ടോ. ഇഫ് ഐ ഹാഡ് വിങ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ബേർഡ്. എന്താ പറയുന്നത്? ഇഫ് ഐ ഹാഡ് വിങ്സ്. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകുകളല്ലേ. എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനെ പോലെ? ലൈക്ക് എ ബ്യൂട്ടിഫുൾ ബേർഡ്, നല്ല ഭംഗിയുള്ള ബേർഡിനെ പോലെ, നല്ല ഭംഗിയുള്ള പക്ഷിയെ പോലെ. പക്ഷികൾക്ക് എന്താണ്? ചിറകുകളുണ്ടല്ലേ. അപ്പം പക്ഷിയെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മളുടെ സ്പീക്കർ പറയാണ്. അപ്പം ഈ ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് താഴേക്കുള്ള ലൈൻസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് ഐ ഹാഡ് വിങ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ബേർഡ്, എനിക്ക് എന്താണ്? നല്ല ബ്യൂട്ടിഫുൾ ബേർഡിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ, ഐ വുഡ് സോർ ത്രൂ ദ എയർ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഫ്ലെയർ. സോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പറന്നുയരുക അല്ലെങ്കിൽ കുതിച്ചുയരുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പറന്നുയർന്നേനെ. എങ്ങനെ? ത്രൂ ദ എയറിലൂടെ പറന്നങ്ങനെ ഉയർന്നു പോയേനെ. വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഫ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? താല്പര്യം അല്ലേ. അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഫ്ലെയർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് താല്പര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഞാൻ എന്ത് ചെയ്തേനെ? ആ എയറിലൂടെ പറന്നുയർന്നേനെ എന്ന് പറയാണ്. ഐ വുഡ് സീ ഓൾ ദ മൗണ്ടെയ്ൻസ്. അപ്പം ഞാൻ അങ്ങനെ ഉയർന്ന് പൊന്തി മുകളിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഐ വുഡ് സീ ഓൾ ദ മൗണ്ടെയ്ൻസ്. മൗണ്ടെയ്ൻസ് അല്ലേ, മലകൾ. എല്ലാ മലകളും കാണാം. നമ്മൾ ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് താഴെയുള്ള എല്ലാം കാണാൻ പറ്റും അല്ലേ. അപ്പം എന്താണ്? ഒരുപാട് മലകൾ കാണാം. ആൻഡ് ട്രീസ് ഫ്രം ദ എബവ്. അതായത് ട്രീസ് എന്ന് പറഞ്ഞാൽ മരങ്ങളല്ലേ. മരങ്ങൾ കാണാം. എന്താണ്? ഫ്രം ദ എബവ്, മുകളിൽ നിന്നിട്ട് എല്ലാ മരങ്ങളും ഇങ്ങനെ കാണാം. ആൻഡ് ദ ബിഗ് ബ്ലൂ സീ.
ആ സീ അല്ലേ, സീ എന്ന് പറഞ്ഞാൽ കടൽ. നമ്മളിപ്പം താഴെ നിന്നിട്ട് കടൽ കാണുമ്പം എന്താണ്, നമ്മളുടെ കണ്ണെത്താത്ത ദൂരത്തിൽ അങ്ങനെ പരന്ന് കിടക്കല്ലേ ചെയ്യുക ആ കടൽ. അപ്പം നമ്മൾ മുകളിൽ പോയി കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് വലുതായിട്ട് കാണാം അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. ബിഗ് ബ്ലൂ സീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ നീലക്കടലല്ലേ, നീലക്കടൽ മുകളിൽ നിന്ന് കാണാൻ കഴിയും എന്ന് പറയാണ്. നോക്കാം. സോ ഫ്ലൈ അപ്പ് ഇൻ ടു ദ സ്കൈ. എന്താ പറയുന്നത്? സോ എന്ത് ചെയ്യുക, അതുകൊണ്ട് ഫ്ലൈ അപ്പ് ഇൻ ടു ദ സ്കൈ, പറന്ന് അപ്പ് ഇൻ ടു ദ സ്കൈ, സ്കൈയിലേക്ക് ആകാശത്തേക്ക് ഇങ്ങനെ പറന്ന് പോവാം. ആൻഡ് ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നം അല്ലേ. ഡ്രീം ദാറ്റ് യു ഹാവ് 2 wings. സ്വപ്നം കാണൂ നിങ്ങൾക്ക്, ദാറ്റ് യു ഹാവ് 2 wings, നിങ്ങൾക്ക് നിനക്ക് 2 wings ഉള്ളതായിട്ട് സ്പീക്കർ നമ്മളോട് പറയാണ് കേട്ടോ. യു ഹാവ് 2 wings, നിങ്ങൾക്ക് 2 ചിറകുകളുള്ളതായിട്ട് സ്വപ്നം കാണൂ. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞാൽ, ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണുകളല്ലേ. ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കൂ. ആൻഡ് ഇമാജിൻ യുവർ വിങ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇമാജിൻ മീൻസ് സങ്കല്പിക്കുക. യുവർ വിങ്സ്, നിങ്ങളുടെ ചിറകുകളെക്കുറിച്ച്. നിങ്ങൾക്ക് 2 ചിറകുകളുണ്ട് എന്ന് എന്ത് ചെയ്യുക? സങ്കല്പിക്കുക. ആൻഡ് ഫ്ലൈ അവേ വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ പറക്കൂ എന്ന് പറയാണ്. ആൻഡ് ഫ്ലൈ അവേ വിത്ത് മീ, എൻ്റെ കൂടെ പറന്ന് അങ്ങനെ ആകാശത്തിലേക്ക് പോകാം അല്ലേ എന്ന് പറയാണ്. പേജ് നമ്പർ 74 നോക്കാം. നൗ വി ക്യാൻ ഫ്ലൈ അപ്പ് ഇൻ ടു ദ സ്കൈ. എന്താ പറയുന്നത്? നൗ, ഇപ്പോൾ, വി ക്യാൻ ഫ്ലൈ. വി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളല്ലേ. അതായത് ഇപ്പം നമ്മളെയും നമ്മളുടെ സ്പീക്കർ കൂടെ കൂട്ടിയിട്ടുണ്ട് അല്ലേ, നമ്മളോട് സ്വപ്നം കാണാൻ പറയുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? വി ക്യാൻ ഫ്ലൈ അപ്പ് ഇൻ ടു ദ സ്കൈ. നമുക്ക് ഒരുമിച്ച് ഫ്ലൈ അപ്പ് ഇൻ ടു ദ സ്കൈ, ആകാശത്തിലേക്ക് പറക്കാം, പറന്ന് ഉയരാമെന്ന് പറയാണ്. വി ജസ്റ്റ് ക്ലോസ് അവർ ഐസ്. എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ പറന്നു വരാൻ വേണ്ടിയിട്ട്? ജസ്റ്റ് ക്ലോസ് അവർ ഐസ്, നമ്മളുടെ കണ്ണുകൾ അടയ്ക്കുക അല്ലേ. ആൻഡ് ഡ്രീം ഫോർ എ വൈൽ, കുറച്ച് സമയത്തേക്ക്. വൈൽ മീൻസ് അല്പസമയത്തേക്ക്. ഡ്രീം, സ്വപ്നം കാണൂ. വി വിൽ റൈഡ് ഓൺ റെയിൻബോസ്. നമ്മൾ എന്ത് ചെയ്യും? റൈഡ് എന്ന് പറഞ്ഞാൽ സവാരി അല്ലേ. ഓൺ റെയിൻബോസ് എന്ന് പറഞ്ഞാൽ മഴവില്ലല്ലേ. അപ്പോൾ നമ്മൾ മഴവില്ലിൻ്റെ മുകളിൽ കയറി സവാരി ചെയ്യുന്നതും അതുപോലെ. ആൻഡ് ഫ്ലോട്ട് വിത്ത് ദ ക്ലൗഡ്സിൻ്റെ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഒഴുകി ഇങ്ങനെ നടക്കുന്നതും. ആൻഡ് ഗീവ് ദ സൺ എ കിസ്. അത് മാത്രമല്ല, ആകാശത്തിൽ ചെന്നിട്ട് ഗീവ് ദ സൺ എ കിസ്, സണ്ണിനെ അതായത് സൂര്യനെ ഉമ്മ വയ്ക്കുന്നതും സ്വപ്നം കാണൂ എന്ന് പറയാണ്. സ്റ്റാൻസ നോക്കാം. നൗ ലെറ്റ്സ് ഫ്ലൈ ഈവൻ ഹയർ ദാൻ ദ സ്കൈ. എന്താ പറയുന്നത്? നൗ, ഇപ്പോൾ, ലെറ്റ്സ് ഫ്ലൈ, നമുക്ക് പറക്കാം. ഈവൻ ഹയർ ദാൻ ദ സ്കൈ, ആകാശത്തിന് മുകളിൽ പറക്കാം. അൺടിൽ വി റീച്ച് ദ മൂൺ. മൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ അല്ലേ. ചന്ദ്രനെ കണ്ടുമുട്ടുന്നത് വരെ, ചന്ദ്രനിൽ എത്തുന്നത് വരെ നമുക്ക് പറക്കാം. ആകാശത്തിന് മുകളിൽ നമുക്ക് പറക്കാം എന്ന് പറയാണ്. ആൻഡ് വി വിൽ ഫ്ലൈ അറൗണ്ട് ദ സ്റ്റാർസ് ദാറ്റ് ഷൈൻ ബ്രൈറ്റ് ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്. എന്താ പറയുന്നത്? വി വിൽ ഫ്ലൈ അറൗണ്ട് ദ സ്റ്റാർസ്. നമ്മൾ ആകാശത്തുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റും പറക്കാം, ഫ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. ദാറ്റ് ഷൈൻ ബ്രൈറ്റ് ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്. രാത്രിയിൽ ആകാശത്ത് നല്ല ബ്രൈറ്റായിട്ട് തിളങ്ങി നിൽക്കുന്ന ആ നക്ഷത്രങ്ങൾക്ക് ചുറ്റും നമുക്ക് പറക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു പോയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ.